ശരാശരി യുക്തിവാദിയുടെ മാനവിക ബോധം നിങ്ങൾ ഓരോരുത്തരും കണ്ടില്ലേ? നൊന്തു പ്രസവിച്ച ഉമ്മ മരണപ്പെട്ടപ്പോ സോഷ്യൽ മീഡിയകളിൽ എഴുതി ചേർത്ത ക്രൂരമായ വരികൾ. എങ്ങനെയാണോ സ്വന്തം ഉമ്മയെ കുറിച്ച് ഇങ്ങനെ എഴുതാൻ കഴിയുക? നൊന്തു പ്രസവിച്ച ഉമ്മയെ കുറിച്ച് എങ്ങനെയാണ് എഴുതാൻ കഴിയുക? റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, ഉമ്മക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന യുക്തിവാദിയായ മനുഷ്യൻ അവന്റെ ഉമ്മ മരണപ്പെട്ടപ്പോ സോഷ്യൽ മീഡിയയിൽ എഴുതി ചേർത്തത് നിങ്ങൾ ഓരോരുത്തരും കണ്ടതാണല്ലോ. ഏതൊരു മനുഷ്യനും പാലിക്കേണ്ട സാമാന്യ മര്യാദകളുണ്ട്: കരുണ, കാരുണ്യം, ഔചിത്യബോധം, ദീനാനുകമ്പ, സഹാനുഭൂതി. യുക്തിവാദിയായ ഈ മനുഷ്യന്റെ മനസ്സിൽ അതില്ല. ക്രൂരമായ വിഷം നിറഞ്ഞ മനസ്സായിപ്പോയി, അത്രത്തോളം കാഠിന്യം നിറഞ്ഞതായിപ്പോയി. നിങ്ങൾ നോക്കിക്കോ, ആരിഫ് ഹുസൈനെ ഓർത്തിട്ട് ആ ഉമ്മ കണ്ണീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ വെച്ച് ആരിഫ് എന്നല്ല, മാതാപിതാക്കളെ വേദനിപ്പിച്ച ഏതൊരുത്തനും ഈ ദുനിയാവിൽ വെച്ച് അനുഭവിക്കുക തന്നെ ചെയ്യും. റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ റസൂലുള്ള എഴുന്നേറ്റ് നിന്നപ്പോ സഹാബത്ത് ചോദിച്ചു, എന്തിനാ നബിയെ എഴുന്നേൽക്കുന്നത്? ജൂതന്റെ മയ്യത്തല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതും മനുഷ്യനാണ്. വലഖദ് കറംനാ ബനി ആദം. ആദം സന്തതികൾ അല്ലാഹു ബഹുമാനിച്ചതാണ്. മയ്യത്തിനോടാണെങ്കിൽ പോലും അനാദരവ് കാണിക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം. പക്ഷെ ഈ മനുഷ്യന്റെ മനസ്സ് നോക്കിക്ക് എത്രത്തോളം വിഷലിപ്തമായി പോയി എന്ന്, എത്ര കഠിനമായി പോയി എന്ന് അവൻ അനുഭവിച്ചിട്ടേ പോകൂ ഈ ദുനിയാവിൽ നിന്ന്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആ ഉമ്മക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ.